അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസ് കൊലപാതക കേസിൽ 1 മുതൽ 14 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ. ഷാജഹാനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷാജഹാൻ, ആദ്യം 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കായിരുന്നു വധശിക്ഷ വിധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 15 പ്രതികളിൽ 14 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഷാജഹാൻ, കേൾക്കാം. അവരെ ശിക്ഷാവിധിക്ക് ശേഷം ഇപ്പോൾ രഞ്ജിത്തിന്റെ കുടുംബം എത്തിയിരിക്കുകയാണ്. അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസ് കൊലപാതക കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1 മുതൽ 14 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ആദ്യം 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കായിരുന്നു വധശിക്ഷ വിധിച്ചിരുന്നത്. എന്നാൽ 15 പ്രതികളാണ് ഈ സംഭവത്തിലുള്ളത്. അതിൽ 8 പ്രതികൾക്കായിരുന്നു നേരിട്ട് സംഭവവുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ടായിരുന്നത്. ഇപ്പോൾ 14 പ്രതികൾക്കും 1 മുതൽ 14 വരെയുള്ള പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഈ കേസിന്റെ നാൾവഴികളിലേക്ക് പോകുമ്പോൾ 2021 ഈ സംഭവം നടക്കുന്നത്. 2021 ഡിസംബർ 19 രഞ്ജിത്ത് ശ്രീനിവാസിനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ടാണ് വെട്ടിക്കുന്നത്. അതിക്രൂരമായ കൊലപാതകമായിരുന്നു. കോടതി ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോഴും അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണം. ഡിസംബർ 18 2021 ഡിസംബർ 18 രാത്രി SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാനെ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിലാണിപ്പോൾ 14 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഷാജഹാനുണ്ട്. ഷാജഹാൻ, കേൾക്കാമെങ്കിൽ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് അവിടെ നിന്നും ലഭിക്കുന്നത്? കീർത്തി, ഇപ്പോൾ 15 പേരാണ് ഈ കേസിലെ പ്രതികളായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ 14 പേർക്കും ഇപ്പോൾ വധശിക്ഷ മാവേലിക്കര സെഷൻസ് കോടതി വിധിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈ കേസിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 1 മുതൽ 15 പ്രതികൾക്കും വധശിക്ഷ തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. അതിൽ ഒരു പ്രതി ഇന്ന് ആശുപത്രിയിലായതുകൊണ്ട് കോടതിയിൽ ഹാജരായിട്ടില്ല. അദ്ദേഹത്തിനെ ഒഴിച്ച് ബാക്കി 14 പേർക്കും ഇപ്പോൾ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഈ കേസിൽ നേരിട്ട് പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ വളരെ ക്രൂരമായ രീതിയിൽ ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും മുന്നിൽ സ്വന്തം പിതാവിനെ വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് തന്നെയാണ് കോടതി ഇതിനെ പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ 15 പേർക്കും വധശിക്ഷ ഇപ്പോൾ മാവേലിക്കര സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വിധി കേട്ട ശേഷം അവരുടെ കുടുംബം പുറത്തേക്ക് വന്നു. അവർ മാധ്യമങ്ങളെ കാണുകയാണ്. എന്തായാലും അവരും ഇപ്പോൾ ഈ കോടതി വിധി സത്യസന്ധമായ വിധിയാണ്, കൃത്യമായ വിധിയാണ്, തങ്ങൾ പ്രതീക്ഷിച്ച വിധിയാണ് എന്നാണ് അവരിപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും മാവേലിക്കര കോടതിയിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് 2-3 ദിവസങ്ങളിലായിട്ട് വിധി മാറ്റിവെക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇതാണ് വിധി പറയുന്നതിന് വേണ്ടിയിട്ട് സെഷൻസ് കോടതി മാറ്റിവെച്ചിരുന്നത്. ഇന്ന് രാവിലെ ആദ്യ കേസായിട്ട് ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ 15 പേർക്കും ശിക്ഷാവിധി പ്രഖ്യാപിക്കുകയായിരുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ആദ്യം വധശിക്ഷ വിധിച്ചു. അതിനുശേഷം മറ്റുള്ള പ്രതികൾക്കും കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് 1 മുതൽ 14 വരെയുള്ള പ്രതികൾക്കും ശിക്ഷ വിധിക്കുകയായിരുന്നു. ഷാജഹാനെ, വിധി വന്നതിന് ശേഷം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വരുന്നുണ്ടോ? അപ്പം തന്നെ കുടുംബമൊക്കെ പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഇപ്പോൾ അവരുടെ കുടുംബമാണ് മാധ്യമങ്ങളെ കണ്ടത്. അവർ പറഞ്ഞത് അവർ പ്രതീക്ഷിച്ച ഒരു വിധിയാണ്. കുറ്റക്കാർക്ക് വധശിക്ഷ തന്നെ ലഭിക്കണം, അല്ലെങ്കിൽ നൽകണം എന്നവർ നേരത്തെ കോടതിയിലും പറഞ്ഞിരുന്നു, മാധ്യമങ്ങളുടെ മുൻപിലും പറഞ്ഞിരുന്നു. ആ കോടതി വിധി വളരെ അവർ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കണ്ടത് എന്നാണ് ഇപ്പോൾ അവർ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. രഞ്ജിത്തിന്റെ ഭാര്യയും അമ്മയും കുട്ടിയും ഇപ്പോൾ കോടതിയിൽ ഈ വിധി കേൾക്കുന്നതിനായിട്ടുണ്ടായിരുന്നു. അവരാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് ഇക്കാര്യം പങ്കുവച്ചത്. എന്തായാലും വിധി വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് പ്രതിഭാഗം കേട്ടത്. കാര്യം അവർ ഇത്രത്തോളം ഒരു ജീവപര്യന്തം എന്നുള്ള നിലയിലായിരുന്നു. ഒരു രാഷ്ട്രീയ കൊലപാതകം അതിന് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ ജീവപര്യന്തം എന്നുള്ള രീതിയിലായിരുന്നു അവർ കണക്ക് കൂട്ടിയത്. പക്ഷേ ഇത് വളരെ അപൂർവമായ ഒരു കേസായി തന്നെ കോടതി പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ 15 പ്രതികൾക്കും വധശിക്ഷ വിധിക്കുകയായിരുന്നു. ശരി, അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിലാണ് ഇപ്പോൾ 1 മുതൽ 14 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. 15 പ്രതികളാണ് ഈ കേസിലുള്ളത്. 15 പ്രതികൾക്കും ഈ സംഭവവുമായി നേരിട്ട പങ്കുണ്ട്. അതിൽ ഒരു പ്രതി ആശുപത്രിയിലായതിനാൽ ഹാജരായില്ല. അതുകൊണ്ട് 14 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതികളെല്ലാവരും തന്നെ SDPI പ്രവർത്തകരാണ്.
വിധി പറഞ്ഞത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ്. വിധി പ്രസ്താവിച്ചത് ഷാജഹാനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.